നെടുങ്കണ്ടത്തെ സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം വഴി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 3.5 വർഷം മുമ്പാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നീ മേഖലകൾക്ക് സാമ്പത്തികാടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് PMJVK പദ്ധതി. ഈ പദ്ധതിയിൽ 2021 സെപ്റ്റംബറിലാണ് നെടുങ്കണ്ടത്ത് സദ്ഭാവന മണ്ഡപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപയും അനുവദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആകെ ചെലവ് 1,40 ലക്ഷം രൂപയാണ്. കേന്ദ്രവിഹിതം 60%, സംസ്ഥാന വിഹിതം 40%. ആവശ്യമായ 1/2 ഏക്കർ സ്ഥലം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് കൈമാറി. ചുറ്റുമതിൽ നിർമ്മാണത്തിന് 28 ലക്ഷം രൂപയും വകയിരുത്തി. നിലവിൽ തറ നിരപ്പാക്കുന്ന മണ്ണുജോലികൾ പോലും പൂർത്തിയായിട്ടില്ല. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 28 ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തുടർച്ചയായി 3-ാം വർഷമാണ് ഈ പദ്ധതിക്ക് വേണ്ടി തുക മാറ്റിവെക്കുന്നത്. 2 വർഷം സെൻട്രൽ ഫിനാൻസ് ഗ്രാന്റ് CFC ഗ്രാന്റ് ലാപ്സാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 26 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നാളെ ഇതുവരെ ഈ പദ്ധതി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നിർമ്മിതിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കളക്ടർക്ക് പരാതി കൊടുത്തു. രണ്ടാമത് കളക്ടർ നേരിട്ട് വന്ന് സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 1000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഓഡിറ്റോറിയമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കേണ്ടത്. യുവജനങ്ങളുടെ കലാകായിക ശേഷിയെ പരിപോഷിപ്പിക്കുവാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. പണികൾക്കിടെയുണ്ടാകുന്ന അപ്രതീക്ഷിത ചെലവുകൾ മൂലം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് കരാറുകാരന്റെ നിലപാട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് കളക്ടർ വി വിഘ്നേശ്വരി സ്ഥലം സന്ദർശിച്ച് പണികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി. 21-ന് നെടുങ്കണ്ടത്തെത്തുന്ന സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനും സ്ഥലം സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.